ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സിമ്പിൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി കനം കുറയുകയും ചെയ്യില്ല, ഒത്തിരി കൂടുകയും ചെയ്യില്ലേ. പിന്നെ സവോള അതുപോലെ തന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി 2-3 അല്ലി മതി, അത് കുനുകുനാന്ന് അരിയണം. പിന്നെ ഇച്ചിരി കരിയാപ്പിലയും മസാലക്കൂട്ട് ഇവിടെ പൊടിച്ചതാണ്. മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് പൊടികൾ വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത്. നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് അങ്ങനെ അല്ല ചെയ്യുന്നത്. ആദ്യമേ ഇത് മൊത്തം മസാല പുരട്ടി വെച്ചിട്ട് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒത്തിരി കനം കുറയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒത്തിരി കനം കൂട്ടിയാൽ വേഗത്തുമില്ല. അത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ചെറിയ തീയിലും വലിയ തീയിലും വെച്ച് മാറി മാറി വേണം, അങ്ങനെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ആദ്യമേ ഒന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറന്നിട്ട് ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ മാറ്റി വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി, ഭയങ്കര സിമ്പിളുമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ മുതലേ ഇതെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കിച്ചിക്കുട്ടനും കാച്ചിക്കുട്ടനും ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാമെന്നോർത്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികൾ എടുക്കുമ്പോഴത്തേക്കും കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പം പിള്ളേർക്കും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് എരിവ് കുറച്ചാണ് ഇടുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വീണ്ടും തുറന്ന് നോക്കി വെന്തെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇച്ചിരി തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ലാസ്റ്റ് ഇപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരത്തുള്ളൂ. ഈ ഒരു കറി മാത്രം മതി ചോറിനാനായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അതാണ് ഈ ഫ്രൈയുടെ ഒരു പ്രത്യേകത. ഇപ്പം കുറച്ച് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. വെളിച്ചെണ്ണ ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണയിലും എണ്ണയായാലും കുഴപ്പമില്ല. ആ ടേസ്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെക്കാം. ഇപ്പം കുറച്ചുകൂടെ മുമ്പേ കണ്ടെങ്കിലും കുറച്ചുകൂടെ കളർ മാറി വന്നുണ്ട്. ഈ ഒരു കളർ ആവണം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉരുളക്കിഴങ്ങ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്